സയൻസിൽ ഏതാണ് എളുപ്പമുള്ള സബ്ജക്റ്റ് എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ബയോളജി. ആ ബയോളജി തന്നെ ഏതാണ് നിങ്ങൾക്ക് ഒരു പാടായിട്ടുള്ള ഒരു ചാപ്റ്റർ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പോർഷൻ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും, എല്ലാവരും ഒരു 95% ആൾക്കാരും പറയും ജനറ്റിക്സ്. കാരണം നമ്മൾ ജനറ്റിക്സിൽ കോൺസെപ്റ്റ്സ് പഠിക്കാത്തത് കൊണ്ടാണ്, ബേസിക് കോൺസെപ്റ്റ്സ് ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് നമുക്കൊരു പാട് ഫീൽ ചെയ്യുന്നത്. അപ്പോ ഞാൻ എന്റെ പരിമിതമായ അറിവുകളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം ഈ ഒരു ടോപ്പിക്ക് സിമ്പിൾ ആക്കി തരാൻ ശ്രമിക്കുന്നതാണ്. ഇതിന് നമുക്കൊരു 3 വീഡിയോ ലെക്ചേഴ്സ് എങ്കിലും മിനിമം വേണ്ടി വരും. ഈ ടോപ്പിക്ക് നമുക്ക് കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദി നിരഞ്ജൻ, എല്ലാവർക്കും സ്റ്റുഡൻസ് ഗൈഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. തുടങ്ങാം. നമ്മളിന്ന് ജനറ്റിക്സില് മോളിക്കുലർ ബേസിസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് പഠിക്കുന്നത്. അപ്പോൾ അതില് നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ട DNA-യുടെ സ്ട്രക്ചർ ആണ്. അപ്പൊ ആ DNA-യുടെ സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കാം. DNA-ല് നമുക്ക് ബേസിക്സ് ആയിട്ട് വരുന്നത് നൈട്രജൻ ബേസ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, പെന്റോസ് ഷുഗർ. ഇത് മൂന്നാണ് നമ്മുടെ DNA-യുടെ ബേസ് എന്ന് പറയുന്നത്. ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ DNA ഉണ്ടാക്കിയിരിക്കുന്നത്. DNA-യുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്, അതായത് നട്ടെല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് പെന്റോസ് ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമാണ്. പിന്നെ നൈട്രജൻ ബേസ്, നൈട്രജൻ ബേസും ഉണ്ട്. DNA നമ്മള് DNA എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഹെലിക്സ് സ്ട്രക്ചർ അല്ല, ഹെലിക്സിനെ നൂത്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതില് ഈ ഒരു പോർഷൻ, ഇത്രയും പോർഷനാണ് നമ്മുടെ പെന്റോസ് ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഇരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ഈ ഒരു ലൈൻ, ഈ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത് നമ്മുടെ നൈട്രജൻ ബേസസ് ഇരിക്കുന്ന ഒരു പോർഷനാണ്. അപ്പോൾ ഇതിന്റെ DNA-യുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോങ് ആയിട്ട് പാരലൽ റൺ ചെയ്യുന്ന രണ്ട് ലൈൻസ്, അതാണ് നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും പെന്റോസ് ഷുഗറും ഉണ്ടായിരിക്കുന്നത്. കൊണ്ടാണ് ഈ പാരലൽ ആയിട്ടുള്ള രണ്ട് ലൈൻസ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് നമ്മൾ DNA-യുടെ ബാക്ക് ബോൺ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ ഓരോന്നും നിങ്ങൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഫസ്റ്റ് അപ്പൊ നമുക്ക് നൈട്രജൻ ബേസസ് എടുക്കാം. നൈട്രജൻ ബേസസ് എടുത്തു കഴിഞ്ഞാൽ നൈട്രജൻ ബേസ് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് പ്യൂറിൻ, മറ്റത് പിരമിഡ്. പ്യൂറിൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ റിംഗ് സ്ട്രക്ചർ ആണ്. പിരമിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ റിംഗ് സ്ട്രക്ചർ ആണ്. പ്യൂറിൻസിൽ വരുന്നതാണ് നമ്മൾ അഡിനിനും ഗുവാനിനും. പിരമിഡ്സിൽ വരുന്നതാണ് തൈമിൻ, സൈറ്റോസിൻ, യുറാസിൽ. എന്റെ വീഡിയോ ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഓക്കെ, അപ്പൊ അതാണ് അഡിനിൻ, ഗുവാനിൻ, തൈമിൻ, സൈറ്റോസിൻ, യുറാസിൽ. ഇനി ഇത് ജനറൽ കേസ്. ഇനി നമ്മൾ DNA എടുക്കുകയാണെങ്കിൽ ഇതില് പിരമിഡിനും തൈമിനും മാത്രമേ നമ്മുടെ DNA-യിൽ വരുള്ളൂ. നമ്മുടെ DNA-യില് തൈമിനും സൈറ്റോസിനും മാത്രമേ DNA-യിൽ വരുള്ളൂ. mRNA അല്ലെങ്കിൽ RNA നമ്മൾ എടുത്തു കഴിഞ്ഞാൽ RNA-യിലാണ് നമ്മുടെ സൈറ്റോസിനും യുറാസിലും വരുന്നത്. അപ്പൊ DNA-യിലാണ് തൈമിനും സൈറ്റോസിനും വരുന്നത്, RNA-യിലാണ് സൈറ്റോസിനും യുറാസിലും വരുന്നത്. അഡിനിനും ഗുവാനിനും RNA-യിലും ഉണ്ട്, DNA-യിലും ഉണ്ട്. അപ്പൊ ഇതാണ് നൈട്രജൻ ബേസിസിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, നോട്ട് ചെയ്തോ? 1 2 3. ഓക്കെ.
അടുത്ത നമുക്ക് ഷുഗറിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഷുഗർ ഷുഗർ ഓക്കെ. ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതരം ഷുഗേഴ്സ് ഉണ്ട്. അതായത് ട്രൈ ഗ്ലൂക്കോസ് ഉണ്ട്, അതായത് നമ്മുടെ ട്രയോസ് ഉണ്ട്, ടെട്രോസ് ഉണ്ട്, പെൻഡോസ് ഉണ്ട്, ഹെക്സോസ് ഉണ്ട്, അങ്ങനത്തെ കുറെ ഷുഗേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ തന്നെ നമ്മുടെ ഗ്ലൂക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 കാർബൺ, അതായത് C6H12O6 നമ്മുടെ ഗ്ലൂക്കോസ്, ഇതാണ് നമ്മുടെ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ്. ഈ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ് എന്ന് പറയുന്നത് നമ്മുടെ ഹെക്സോസ് ഷുഗർ കാറ്റഗറി വരുന്നതാണ് നമ്മുടെ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അതായത് അതിൽ 6 കാർബൺ ഉണ്ട്. പക്ഷേ നമ്മുടെ DNA ബാക്ക് ബോൺ ആയിട്ടുള്ള ഷുഗർ ഉണ്ടായിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 5 കാർബൺ വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് പെൻഡോസ് ഷുഗർ. അഞ്ച് കാർബൺ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ പെൻഡോസ് എന്ന് പറയുന്നത്. ഇവിടെ 6 കാർബൺ ഉള്ളത് നമ്മൾ എന്ന് പറയും ഹെക്സോസ് എന്ന് പറയും. അതാണ് നമ്മുടെ ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ഹെക്സോസ് ആണ്. അതായത് 6 കാർബൺ ഉണ്ട്. നമ്മുടെ DNA-യിലുള്ള ഷുഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻഡോസ്, അതായത് 5 കാർബൺ ഉണ്ട്. ആ പെൻഡോസ് ഷുഗർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഷുഗറാണ് റൈബോസ്. റൈബോസ് ഷുഗർ ആണ് നമ്മുടെ പെൻഡോസ് ഷുഗർ DNA-യിലുള്ള. ഇത് നമ്മൾ കൊച്ചു ക്ലാസ് DNA പഠിക്കാൻ തുടങ്ങിയ കാരണം തൊട്ട് കേൾക്കുന്നതാണ് റൈബോസ് 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 റൈബോസ്. അതായത് നമ്മൾ DNA-യിലുള്ള DNA-യുടെ ബാക്ക് ബോൺ ആയിട്ടുള്ള ഷുഗറാണ് പെൻഡോസ് ഷുഗർ. അതിന്റെ എക്സാമ്പിൾ ആണ് റൈബോസ്. റൈബോസ് വെച്ചിട്ടാണ് നമ്മുടെ DNA-യില് ഷുഗർ മോളിക്യൂൾ എന്ന് പറയുന്നത് പെൻഡോസ് ഷുഗർ ആയ റൈബോസ് ആണ്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ സ്ട്രക്ചറിലോട്ട് പോകാം. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിലൊരു സംഗതി പറഞ്ഞു തരാം. ഇതാണ് നമ്മുടെ കപ്പ്. ഇത് എന്റെ സാർ എന്നെ ഇങ്ങനെയാണ് പഠിച്ചത്. ആ ഒരു മെത്തേഡ് ഞാൻ ഫോളോ ചെയ്യുന്നുള്ളൂ. എനിക്ക് പഠിക്കാൻ ഏറ്റവും സ്ട്രക്ചർ പഠിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മെത്തേഡ്. ഇതാണ് നമ്മുടെ ഒരു കപ്പ്. ഇനി ഇതിൽ നമ്മൾ ഐസ്ക്രീം ഇട്ട് കൊടുക്കുകയാണ്. ഈ കപ്പ് നിറച്ച് നമ്മൾ ഐസ്ക്രീം ഇട്ടു. ഐസ്ക്രീം ഇട്ടിട്ട് എന്ത് ചെയ്തു? ഐസ്ക്രീമിന്റെ മുകളിൽ ഒരു ചെറിയും കൂടെ വെച്ചു കൊടുത്തു. എന്നിട്ട് കോരി കുടിക്കാൻ നമ്മൾ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു. ഇതാണ് നമ്മുടെ റൈബോസ് ഷുഗർ. ഇത് ഇങ്ങനെയല്ല, അതിന്റെ കുറച്ചും കൂടെ ഇത് ജനറൽ സ്ട്രക്ചർ ആണ്. അതായത് നമ്മൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ സ്ട്രക്ചർ ആണ്. ഇതിന്റെ യഥാർത്ഥ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമുക്ക് ഈ മോളിക്യുലർ ബേസിസ് പഠിക്കുന്ന ഈ സ്ട്രക്ചർ മതിയായിരിക്കും. പക്ഷെ ഇതിന്റെ യഥാർത്ഥ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. CH2 OH OH H H OH H OH H CH2 H. ഇതാണ് നമ്മുടെ റൈബോസിന്റെ സ്ട്രക്ചർ. പക്ഷെ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് CH ഒന്നും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കപ്പ്, അതിൽ നിറച്ച ഐസ്ക്രീം, അതിന്റെ മുകളിൽ ഒരു ചെറി, ഒരു സ്പൂൺ, സോറി സ്പൂൺ അകത്തി ആയിപ്പോയല്ലോ, ഒരു സ്പൂൺ, ഇത്രയും പഠിച്ചു വെച്ചാൽ മതിയായിരിക്കും. ഇവിടെ വരുന്നത് CH2OH. നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി. ഇതാണ് നമ്മുടെ റൈബോസ് ഷുഗറിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്തോ. ശരി, അപ്പൊ മാറ്റാം. അപ്പൊ നമ്മുടെ ഷുഗറും ഓക്കെ. ഇനി നമുക്ക് ഒന്നുകൂടെ വരയ്ക്കാം. നമ്മുടെ ഷുഗർ,
ഓക്കെ, ഇതില് ഈ കാർബൺ നമ്മൾ 1' കാർബൺ, ഇത് 2' കാർബൺ, ഇത് 3' കാർബൺ, ഇത് 4' കാർബൺ, ഇത് 5' കാർബൺ. ഇങ്ങനെയാണ് നമ്മുടെ കാർബൺസിനെ ഈ പെന്റോ ഷുഗറിലെ കാർബൺ, അതായത് റൈബോസ് ഷുഗറിലെ കാർബൺ നമ്മൾ നെയിം ചെയ്യുന്നത് ഫസ്റ്റ് 1' കാർബൺ, 2' കാർബൺ, 3' കാർബൺ, 4' കാർബൺ, 5' കാർബൺ. ഇനി ഇതിൽ നമ്മൾ ഒരു നൈട്രജൻ ബേസ് കൊണ്ട് അറ്റാച്ച് ചെയ്യാം. നമുക്ക് ഏത് നൈട്രജൻ ബേസ് എടുക്കാം? നൈട്രജൻ ബേസ് അഡിനിൻ എടുക്കാം. ഇതാണ് നമ്മുടെ ഒരു നൈട്രജൻ ബേസ് അഡിനിൻ. ഇതിനി എവിടെയാണ് ജോയിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 1' കാർബണിലാണ് ഈ അഡിനിൻ വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ഈ കാർബണിന് 1' കാർബണിന് ഈ നൈട്രജൻ ബേസിന് ഇടയ്ക്കുള്ള ഒരു ബോണ്ട്, ആ ബോണ്ടിനാണ് നമ്മൾ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയും. നൈട്രജനുമായിട്ടാണ് കാർബണും, ഇപ്പൊ കാർബൺ ഈ ഗ്ലൂക്കോസ് വേറെ ഏതെങ്കിലും ഒരു ഗ്ലൂക്കോസ്, ഈ റൈബോസ് വേറെ ഏതെങ്കിലും റൈബോസോ ആണ് ജോയിൻ ഇതേപോലത്തെ ഒരു റൈബോസോ ആണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് അതിനെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയും. അസിഡിക് ആണ്, സ്പെല്ലിംഗ് ഒന്ന് നോക്കിക്കോണേ. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്നാണ്. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണെന്നാണ് തോന്നുന്നത്. നിങ്ങൾ ഈ സ്പെല്ലിംഗ് ഒന്ന് നോക്കിക്കോണേ. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്നാണ്. അത് ഇവിടെ ഈ നൈട്രജൻ ബേസിന്റെ കൂടെയാണ് ലിങ്ക് ചെയ്യുന്നതെങ്കിൽ അതിന് എൻ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയും. അല്ല ഇപ്പൊ ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾ വേറെ ഒരു അതിന്റെ ഒരു ഓർമ്മയില്ല, ഈ റൈബോസ് മോളിക്യൂൾ വേറെ ഒരു റൈബോസ് മോളിക്യൂളിന്റെ കൂടെയാണ് നമ്മൾ ലിങ്ക് ചെയ്യുന്നതെങ്കിൽ അതിനെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയും. ഇതിപ്പോ നൈട്രജൻ ബേസിനോട് ലിങ്ക് ചെയ്തുകൊണ്ട് എൻ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനിപ്പം നൈട്രജൻ ബേസും ഷുഗർ മോളിക്യൂളും ഇതിനെ രണ്ടുപേരും നമ്മൾ ഒരുമിച്ചാണ് എന്തെന്ന് പറയുന്നത്, ന്യൂക്ലിയോസൈഡ്. മനസ്സിലായോ? ഈ ഷുഗർ മോളിക്യൂളിന് ഒരു നൈട്രജൻ ബേസും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ അതിനെ രണ്ടിനെ ഒരുമിച്ചാണ് നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ ഇതിലൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് പറയും. അപ്പം നമ്മൾ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എവിടെയാണ് നമ്മൾ ജോയിൻ ചെയ്യണമെന്ന് നോക്കാം. ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് നമ്മുടെ 5' കാർബണിലാണ് വന്ന് ജോയിന്റ് ആവുന്നത്. ഇത് നമ്മുടെ 5' കാർബണിലാണ് ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്ന് ജോയിൻ ചെയ്തത്. അപ്പൊ നമ്മൾ മറക്കരുത്, 1' കാർബണിലാണ് നൈട്രജൻ ബേസ് ജോയിന്റ് ആവുന്നത്, 5' കാർബണിലാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ജോയിന്റ് ആവുന്നത്. ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇവിടെ ജോയിന്റ് ഇവിടെ നോർമലി എന്താണ് ഇരുന്നത്, CH2OH എന്നാണ് ഇരുന്നത്. CH2OH. ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇവിടെ നിന്ന് ജോയിന്റ് ആകുമ്പോൾ ഇവിടെ നിന്ന് ഒരു വാട്ടർ മോളിക്യൂളിന് റിലീസ് ചെയ്യും. അതായത് H2O അവിടെ നിന്ന് റിലീസ് ആവും. CH2OH എന്നായിരുന്നല്ലോ, അതിൽ നിന്ന് ഒരു H2 മോളിക്യൂള് റിലീസ് ചെയ്തിട്ടാണ് ഈ ഇത് ഒന്നുകൂടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഒന്നുകൂടെ ജോയിന്റ് ആവും, ബോണ്ടിൽ ഏർപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ബോണ്ട് ഫോസ്ഫേറ്റിനും ഇവിടെ കാണാൻ പറ്റൂ, ഇവിടെ ഇല്ല, ഈ ഫോസ്ഫേറ്റ് മോളിക്യൂളിനും 5' കാർബണിനും ഇവിടെ ഈ ഫോസ്ഫേറ്റ് മോളിക്യൂളിനും 5' കാർബണിനും ഇടയ്ക്കുള്ള ബോണ്ടിനെയാണ് നമ്മൾ ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് അല്ലെങ്കിൽ ലിങ്കേജ് എന്ന് പറയുന്നത്. നമ്മുടെ ഫോസ്ഫേറ്റ് മോളിക്യൂളിന് 5' കാർബൺ എന്നല്ല, ഒരു ഫോസ്ഫറസ് മോളിക്യൂളിന് കാർബണിനും ഇടയ്ക്കുള്ള ഒരു ബോണ്ടാണ് നമ്മൾ ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഒരു വാട്ടർ മോളിക്യൂൾ റിലീസ് ആവും. അപ്പൊ നിങ്ങൾക്ക്
ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് എന്താണെന്നും ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്താണെന്നും മനസ്സിലായി കാണും. അപ്പൊ ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ ഷുഗറിനെയും നൈട്രജൻ ബേസിനെയും കൂടെ ഒരുമിച്ചാണ് ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. ഇപ്പോ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ ഒന്ന് ജോയിൻ ചെയ്തല്ലോ. അപ്പൊ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഷുഗർ മോളിക്യൂള്, നൈട്രജൻ ബേസ്, ഇതിനെല്ലാം കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് ന്യൂക്ലിയോടൈഡ് എന്ന് പറയും. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഷുഗർ മോളിക്യൂള്, നൈട്രജൻ ബേസ്, ഇതിനെല്ലാം കൂടെ നമ്മൾ ചേർത്ത് ന്യൂക്ലിയോടൈഡ് എന്ന് പറയും. അപ്പൊ അത് മനസ്സിലായി കാണും. അപ്പൊ അടുത്തതിലോട്ട് പോകും. ഇപ്പോ നമ്മൾ ഇതൊരു ന്യൂക്ലിയോടൈഡായി. ഇനി ഇതിന്റെ താഴോട്ടും ന്യൂക്ലിയോടൈഡുകൾ വരാം, മുകളിലോട്ടും ന്യൂക്ലിയോടൈഡുകൾ വരാം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഫുൾ ഒരു ചെയിൻ പോലെയാവാൻ നേരത്ത് ആ ഒരു ചെയിനിനെയാണ് നമ്മൾ പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ എന്ന് പറയും. ഇനി ഇത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ DNA വരച്ചല്ലോ, ഇങ്ങനെ വരച്ചു. ഇനി നമ്മൾ DNA വരച്ചു. 5' 3' 3' 5'. നമ്മളൊരു ഒരു എക്സാമ്പിൾ ആണ് ഇങ്ങനെ വരച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിൽ ഈ നമ്മൾ കണ്ട ഈ ഒരു ലെങ്തില് 3' 5' എന്ന് പറഞ്ഞ് പോകുന്ന ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ വരുന്നതാണ് നമ്മുടെ ഇത്രയും സംഭവം. സംഭവമാണ് ഈ ലൈനിൽ വരുന്നത്. ഇനി ഈ വര ഉണ്ട്, അതായത് ഈ ലൈനിൽ നിന്നും വെളിയിലോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഈ ലൈൻസ്, അതാണ് നമ്മുടെ ഈ നൈട്രജൻ ബേസ്. ഈ ലോങ് ആയിട്ട് നിൽക്കുന്ന ചെയിനിൽ നിന്നും പുറത്തോട്ട് പ്രൊജക്ട് ചെയ്താണ് നിൽക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ DNA. ഒരു സ്ട്രാൻഡ്, ഡബിൾ സ്ട്രാൻഡ് അല്ല, ഒരു സ്ട്രാൻഡ്. അതായത് ഇങ്ങനെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഇത് 5' 3' എന്ന് പറയുന്നത് ഒരു ഉദ്ദേശമാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കും. ഇതാണ് നമ്മൾ നൈട്രജൻ ബേസ് വരച്ചത്. ഈ ഒരു ലൈനിൽ നിന്നും അത് ഈ ഒരു ചെയിനിൽ നിന്നും അത് വെളിയിലോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മള് നൈട്രജൻ ബേസ് DNA വരുന്നത്. ഇത് ഒറ്റ സ്ട്രാൻഡ് ആണ്. ഇനി നമുക്ക് 3-4 ന്യൂക്ലിയോടൈഡ് ഇതുപോലെ വന്നാൽ അവർ പരസ്പരം എങ്ങനെയാണ് ബോണ്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, 3-4 ന്യൂക്ലിയോടൈഡ് വന്നാൽ അവർ എങ്ങനെയാണ് പരസ്പരം ജോയിന്റ് ആവുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു ന്യൂക്ലിയോടൈഡ് എടുക്കാം. ഇവിടെ ഒരു കാർബൺ ഉണ്ട് കേട്ടോ. കാർബണിലാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഒന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്താലോ നിങ്ങൾ ഇവിടെ ഫോസ്ഫേറ്റ് ആണ് തെറ്റിരിക്കുന്നത്. ഇവിടെ ഒരു കാർബൺ, ഈ കാർബണിലാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഒന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിനാണ് നമ്മൾ ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് എന്ന് പറയുന്നത്. ഈ ബോണ്ടിനാണ് ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി ഇതിന്റെ താഴെ വേറൊരു ന്യൂക്ലിയോടൈഡ് വരാലോ. അപ്പൊ അതെങ്ങനെ വരും? ഇതിന്റെ താഴെ ഒരു ന്യൂക്ലിയോടൈഡ് വരും. നമുക്ക് T എന്നുള്ളത് ഞാൻ ഇങ്ങനെ ഇവിടെ P ഇടാണ്. ഇങ്ങനെ ഇതിന്റെ അർത്ഥം എന്താ? ഇതിനാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, ഇനി ഒരു ന്യൂക്ലിയോടൈഡ് ഇത് അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ. ഓക്കെ, ഇത് 1', ഇത് 2', ഇത് 3', ഇത് 4', ഇത് 5'. അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ കാർബൺ ഇരിക്കുന്നത്. ഇത് 1', 2', 3', 4', 5'.
ഇത് അതുപോലെ സെയിം ആയിട്ട്. ഇനി ഇത് പരസ്പരം എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൽ നിന്നും 3' കാർബണിലോട്ട് ലിങ്കിങ് ഉണ്ടാവും. ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൽ നിന്നും 3' കാർബൺ, മനസ്സിലായോ? ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൽ നിന്നും അതിന് മുകളിലുള്ള ന്യൂക്ലിയോടൈഡിന്റെ 3' കാർബണിലേക്ക് ഒരു ബോണ്ട് ഉണ്ടാവും. ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൽ നിന്നും അതിന്റെ മുകളിലുള്ള ന്യൂക്ലിയോടൈഡിലേക്ക് ഒരു ലിങ്ക് ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറയുക, കാർബൺ ഫോസ്ഫറസ് ഗ്രൂപ്പിൽ ലിങ്ക് ആയപ്പോൾ ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് എന്ന് വെച്ചു. അപ്പൊ ഇവിടെയും അതുപോലെ എന്തുണ്ടാവും, ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ഉണ്ടാവും. ഇവിടെ ഒരു ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ഉണ്ടാവും, ഇവിടെ ഒരു ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ഉണ്ടാവും. ഇവിടെ ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്, ഇതും ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. അപ്പൊ ഈ രണ്ട് ഫോസ്ഫോ എസ്റ്റർ ബോണ്ടുകളെ കൂടെ ചേർത്താണ് നമ്മൾ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് എന്ന് പറയുന്നത്. അതായത് രണ്ട് ന്യൂക്ലിയോടൈഡിനെ കൂടെ ജോയിന്റ് ആവുമ്പോൾ അവിടെ ഒരു ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഒരു എസ്റ്റർ ബോണ്ട്, ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്, ഇവിടെ ഒരു ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്താണ് നമ്മുടെ ടെസ്റ്റിലൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും, രണ്ട് ന്യൂക്ലിയോടൈഡുകൾ ചേരുമ്പോൾ അവിടെ ഒരു ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് ഉണ്ടാകും എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ 5' ഇവിടെ ഒരു ഫോസ്ഫോ വരുമ്പോൾ അവിടെ ഒരു ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. അങ്ങനെ രണ്ട് ന്യൂക്ലിയോടൈഡുകൾ ചേരുമ്പോൾ ഡൈഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ഉണ്ടാവും. ഇവിടെ ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. അപ്പൊ ഇവിടെ രണ്ട് ന്യൂക്ലിയോടൈഡ് ഇത് ഒരു ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്, ഇതൊരു ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. അപ്പൊ അത് ഡൈഫോസ്ഫോ എസ്റ്റർ ബോണ്ടായി. അതുപോലെ ഇവിടെ ഒരു ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്, ഇവിടെ ഒരു ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. അപ്പൊ അടുത്ത രണ്ട് ന്യൂക്ലിയോടൈഡുകൾ ചേർന്നപ്പോൾ അവിടെ ഒരു ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് ഉണ്ടായി. ഇനി ഇത് നമ്മൾ ഒറ്റ സ്ട്രാൻഡ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം DNA എന്ന് പറയുന്ന ഡബിൾ സ്ട്രാൻഡഡ് ആണ്. അപ്പൊ ഇനി അപ്പുറത്തും ഇതുപോലെ ഒരു സ്ട്രാൻഡ് വരണം. ഓക്കെ, അപ്പുറത്തും ഇതുപോലെ ഒരു സ്ട്രാൻഡ് വരണം. ഇനി അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഇത് ഒറ്റ സ്ട്രാൻഡ് ആണല്ലോ. അപ്പൊ ഇതില് ഇനി ഈ സ്ട്രാൻഡിന്റെ മുകളിൽ ഒരു ന്യൂക്ലിയോടൈഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ അതിന്റെ താഴെയുള്ളതിൽ ഇപ്പം ഇവിടെ നമ്മളൊരു ന്യൂക്ലിയോടൈഡ് എടുക്കുകയാണ്. ഇവിടെ ഒരു ന്യൂക്ലിയോടൈഡ് എടുത്തു. ഇത് ഇവിടെ ഫോസ്ഫറസ് ഗ്രൂപ്പ്. ഇതിന്റെ അപ്പൊ ഈ മൂന്ന് ന്യൂക്ലിയോടൈഡിന്റെ മുകളിലായിട്ടുള്ള ന്യൂക്ലിയോടൈഡ് വന്നു. അപ്പോ ഈ ന്യൂക്ലിയോടൈഡ് അതിന്റെ താഴെയുള്ള ന്യൂക്ലിയോടൈഡിന്റെ ഏത് കാർബണുമായിട്ടായിരിക്കും ലിങ്ക് ചെയ്യുന്ന? ഈ ന്യൂക്ലിയോടൈഡ് അതിന്റെ താഴെയുള്ള കാർബണിന്റെ ഏത് ന്യൂക്ലിയോടൈഡുമായിട്ട് ഇതിന്റെ താഴെയുള്ള ന്യൂക്ലിയോടൈഡിന്റെ ഏത് കാർബണുമായിട്ടായിരിക്കും ലിങ്ക് ചെയ്യുന്ന? 5' കാർബൺ അല്ലേ? ഈ 5' കാർബണുമായിട്ടായിരിക്കും ലിങ്കിങ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇതിന്റെ മുകളിൽ, അതായത് നമ്മുടെ 5' കാർബൺ ഫോസ്ഫറസ്, ഈ ന്യൂക്ലിയോടൈഡിന്റെ മുകളിൽ ഒരു ന്യൂക്ലിയോടൈഡ് വന്നിരുന്നെങ്കിൽ അത് നമ്മുടെ 5' കാർബണുമായിട്ടായിരിക്കും ലിങ്കിങ് വരുന്നത്. അതായത് ഇവിടെ 5' എൻഡ് എന്ന് പറയുന്നത് ഫ്രീ എൻഡ് ആണ്, അവിടെ ആർക്കാണോ ഒന്ന് ജോയിൻ ചെയ്യാം. അതുപോലെ നമ്മൾ ഏറ്റവും താഴത്തെ ന്യൂക്ലിയോടൈഡ് എടുക്കുമ്പോൾ അവിടെയും ഒരു ന്യൂക്ലിയോടൈഡിന് ഒന്ന് ജോയിൻ ചെയ്യാം. അവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലം ഏതായിരിക്കും? 3' എൻഡ്. കാരണം ഇവിടെ ഒരു താഴെ വന്നതിന് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരും. ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആയിരിക്കും 3' ഒന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പം താഴെ വരുന്ന ന്യൂക്ലിയോടൈഡുകളെല്ലാം അതിന്റെ മുകളിലോട്ടുള്ള ന്യൂക്ലിയോടൈഡിന്റെ 3' എൻഡിൽ ഒന്ന് ജോയിൻ ചെയ്യും. മുകളിൽ വരുന്ന ന്യൂക്ലിയോടൈഡുകളെല്ലാം അതിന് താഴെ വരുന്ന ന്യൂക്ലിയോടൈഡുകളെ 5' കാർബണിൽ ഒന്ന് ജോയിന്റ് ആവും. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സിംഗിൾ സ്ട്രാൻഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ മുകളിൽ 5' ഫ്രീ ആയതുകൊണ്ട് അവിടെ 5' എന്ന് കൊടുക്കും, താഴെ 3' ഫ്രീ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ താഴെ 3' എന്ന് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്ട്രാൻഡ് വരയ്ക്കുമ്പോൾ ഇവിടെ 3' എന്നും 5' എന്നും ഒക്കെ കിടക്കുന്നത് നിങ്ങൾ കാണുന്നത്. 5' എന്ന് ഇട്ട് കഴിഞ്ഞാൽ അവിടെ 5' എൻഡ് ഫ്രീ ആണ്. 3' എന്ന് ഇട്ട് കഴിഞ്ഞാൽ അവിടെ 3' എൻഡ്
ഫ്രീ ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ന്യൂക്ലിയോടൈഡ് വന്നു കഴിഞ്ഞാൽ ഇതൊരു സ്ട്രാൻഡ്, ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് സ്ട്രാൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ ഒരു ചുമ്മാ വരാൻ പറ്റൂല, ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ ബേസുകൾ പരസ്പരം അടുത്തടുത്ത് വരികയും വേണം, എന്നാൽ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകൾ ഒരേ ലൈനിൽ വരാനും പാടില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് നൈട്രജൻ ബേസ് അടുത്തടുത്ത് വരും എന്ന് പറയുമ്പോൾ എല്ലാവരും ഇതിന്റെ അഡിനിന്റെ ഓപ്പോസിറ്റ് തൈമിൻ. ഓക്കെ, തൈമിൻ ഇങ്ങനെ വന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ ബോണ്ട് ഉണ്ടായി, ഇത് ഓക്സിജൻ, ഇവിടെ നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് പി. ഇങ്ങനെയായിരിക്കും എല്ലാവരും വിചാരിക്കും, ഇങ്ങനെയല്ലേ നമുക്ക് അടുത്തടുത്ത് വരാൻ പറ്റുള്ളൂ എന്ന് മിക്കവരും വിചാരിക്കും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ നോക്കാൻ നേരത്തെ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഒരേ ലൈനിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. അപ്പൊ അത് സ്റ്റേബിളും ആയിരിക്കത്തില്ല. പിന്നെ ഒരു സംഭവം ഞാൻ പറയുന്നത്, സോറി, നമ്മള് ഇവിടെ എടുക്കുന്ന ഷുഗേഴ്സ് എല്ലാം ഡിയോക്സി റൈബോസ് ആണ്. റൈബോസ് അല്ല, ഡിയോക്സി റൈബോസ് ആണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. കാരണം അതായത് ഞാൻ നേരത്തെ ഒരു ഡീറ്റെയിൽ സ്ട്രക്ചർ വരച്ചല്ലോ, അതില് നമ്മള് ഇവിടെ 3' എൻഡില് OH ഗ്രൂപ്പ് വരും, താഴെയായിട്ട് 3' എൻഡില് OH ഗ്രൂപ്പ് വരും. അതായത് ഇങ്ങനെ ഇവിടെ ഒരു നൈട്രജൻ ബേസ് വരും, സോറി ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടെ, സോറി, ഭയങ്കര പ്രശ്നമുണ്ടോ, മൊത്തം തെറ്റാണ്. ഇവിടെ OH, ഇവിടെ H, ഇവിടെ വരാൻ നേരത്ത് ഇവിടെ H, താഴെ OH, ഇതുപോലെ ഇവിടെ H, താഴെ OH, ഇവിടെ CH2OH, താഴെ H, ഇങ്ങനെ വരും. അപ്പൊ ഇതില് നമ്മൾ ഇവിടത്തെ ഒരു ഓക്സിജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അവിടുത്തെ ഒരു ഓക്സിജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താവും? ഡിഓക്സി ആവും. അതായത് ഓക്സിജൻ പോയി, ഓക്സിജൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഡിഓക്സി എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് സാധാരണ റൈബോസ് ആയിരുന്നു, അതിൽ നിന്ന് ഓക്സിജൻ നഷ്ടപ്പെട്ടപ്പോൾ അത് ഡിഓക്സി റൈബോസ് ആയി. അപ്പൊ ആ ഡിഓക്സി റൈബോസ് ആണ് ഇവിടെ എല്ലാത്തിലും വരുന്ന ഷുഗർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ഡിഓക്സി റൈബോസ് അല്ല, ഡിയോക്സി റൈബോസ് ആണ്. ഡിഎൻഎയുടെ കേസിൽ ഡിയോക്സി റൈബോസ്, അതായത് നമ്മൾ DNA എന്ന് പറഞ്ഞ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പൊ ഡിയോക്സി ഷുഗർ മോളിക്യൂൾ ആണ് നമ്മൾ ഇവിടെ വരുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മുടെ പഴയ കേസിലോട്ട് പോകാം. അപ്പൊ ഇവിടെ ഇനി എങ്ങനെയാണ് നമ്മൾ നേരത്തെ വരച്ചതുപോലെ നൈട്രജൻ ബേസ് അടുത്തടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഒരേ ലൈനിൽ വരും, അത് തമ്മിൽ റിപ്പൽ ചെയ്യും. ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന് നെഗറ്റീവ് ചാർജ് ആണ്. ആ നെഗറ്റീവ് ചാർജ് ആയ ഫോസ്ഫേറ്റ് നമ്മുടെ ഈ ന്യൂക്ലിയോ സൈഡിൽ വന്ന് ജോയിൻ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഓവറോൾ DNA-ക്ക് നെഗറ്റീവ് ചാർജ് വരുന്നത്. നോട്ട് ചെയ്തോ, നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് നെഗറ്റീവ് ചാർജ് ആണ്. ആ നെഗറ്റീവ് ചാർജ് ആയ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് നമ്മുടെ ഒരു ന്യൂക്ലിയോ സൈഡിൽ വന്ന് ജോയിന്റ് ആവുമ്പോൾ ആ ഒരുമിച്ച് നമുക്കൊരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയാമല്ലോ, ആ പർട്ടിക്കുലർ ന്യൂക്ലിയോടൈഡിൽ നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഈ ജോയിന്റ് ആയിരിക്കുന്ന മൊത്തം ന്യൂക്ലിയോടൈഡുകളും എല്ലാ ന്യൂക്ലിയോടൈഡും ജോയിന്റ് ആയി നമുക്കൊരു DNA മോളിക്യൂളിൽ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ആണെന്ന് നമുക്കറിയാം, DNA മോളിക്യൂൾ. അപ്പൊ ആ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ എന്താവും? നെഗറ്റീവ് ചാർജ് ആവും. അങ്ങനെയാണ് നമ്മുടെ മൊത്തം DNA-ക്ക് നെഗറ്റീവ് ചാർജ് കിട്ടുന്നത്. അപ്പൊ അത് നിങ്ങൾ ആലോചിച്ചോണം. പിന്നെ അപ്പൊ നമുക്ക് പഴയ കേസിലോട്ട്. അപ്പൊ ഇനി നമുക്ക് ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഒരുമിച്ച് ഒരേ ലൈനിൽ വരാൻ പാടില്ല, എന്നാൽ നൈട്രജൻ ബേസ് അടുത്തടുത്ത് വരികയും ചെയ്യാം. അപ്പൊ അതിന് ഇനി എങ്ങനെ നമുക്ക് ഇത് ജോയിൻ ചെയ്യാൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു വഴിയേ ഉള്ളൂ ജോയിൻ ചെയ്യാം. എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിന്റെ കോംപ്ലിമെന്റ് ആയിട്ട് ഇവിടെ വരുന്ന ഷുഗർ മോളിക്യൂളിനെ അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് മോളിക്യൂളിനെ നമ്മൾ തലകുത്തനെ വെക്കണം.
ഇവിടെ വന്ന ന്യൂക്ലിയോടൈഡ് മോളിക്യൂളിനെ നമ്മൾ തലകുത്തനെ വയ്ക്കണം. തലകുത്തനെ വയ്ക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു. ഇപ്പൊ ഇവിടെ അഡിനിന് കറസ്പോൺസ് ആയിട്ട് നമുക്ക് തൈമിനെ എടുക്കാൻ പറ്റും. ഇനി തലകുത്തനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്നിട്ട് ഇത് നമ്മൾ ഫോസ്ഫറസ് ആണ്. ആ തലകുത്തനായിട്ട് ഫോസ്ഫറസ് അങ്ങനെയുണ്ട്. ഇപ്പൊ നോക്കിക്കോളൂ, ഇവിടുത്തെ ഫോസ്ഫറസിന്റെ ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ വന്നു, ഇവിടുത്തെ ഫോസ്ഫറസിന്റെ ലൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വന്നു. അപ്പൊ അത് രണ്ട് ഓപ്പോസിറ്റ് വേറെ വേറെ ഒരു പ്ലെയിനിലായി മാറി. അപ്പൊ ഇനി എന്താണ്, ഒരു രണ്ട് ഫോസ്ഫറസ് ഒരു ഗ്രൂപ്പിലും അല്ല, എന്നാൽ നൈട്രജൻ അടുത്തടുത്ത് വരികയും ചെയ്തു. ആ നൈട്രജൻ ബേസസ് അടുത്തടുത്ത് വരികയും ചെയ്തു. ഇപ്പൊ ഈ സ്ട്രക്ചർ സ്റ്റേബിൾ ആണ്. അതുപോലെ ഇവിടെ എല്ലാത്തിലും ഇവിടെ ടി ആകുമ്പോൾ നമുക്ക് അതിന് ഓപ്പോസിറ്റ് എ ആണ്. ഇവിടെ ഓക്സിജൻ, ഇവിടെ ഫോസ്ഫറസ് സി, അതുപോലെ ഇവിടെ സി, അപ്പൊ ഇവിടെ ജി. ഇങ്ങനെയാണ് ഓക്സിജൻ, ഇവിടെ ഓക്സിജൻ, ഇവിടെ ഫോസ്ഫറസ് ഗ്രൂപ്പ് പി. അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ നൈട്രജൻ ബേസ് ഇരിക്കുന്നത്. നൈട്രജൻ ബേസ് അല്ല, നമ്മളെ ന്യൂക്ലിയോടൈഡ് മോളിക്യൂൾ അപ്പുറത്തെ സ്റ്റാൻഡ് ഇരിക്കുന്നത്. ഇപ്പൊ ഇവിടെ വരുമ്പോ എന്താണ്, ഈ 3' ഫോസ്ഫറസും ബോണ്ടാവും, ഈ ഫോസ്ഫറസും ഈ 3' ബോണ്ടാവും. അപ്പൊ നമ്മളെ DNA സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ DNA സ്ട്രക്ചർ. ഇനി നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ എൻഡ് ഏതാണ്, ഇവിടെ 3' അല്ല, ഇവിടെ 3' ആണ് ഫ്രീ എൻഡ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ എങ്ങനെയാണ് 1', 2', 3', 4', 5' ഇങ്ങനെയാണ് വരുന്നത്. അതായത് നമ്മുടെ നൈട്രജൻ ബേസിന്റെ അടുത്ത് വരുന്ന കാർബൺ 1' കാർബൺ. അപ്പൊ ഇവിടെ നോക്കുന്നത് 1', 2', 3', 4', 5'. അപ്പൊ അതിൽ ഫ്രീ ആയിട്ടുള്ളത് 3' ആണ്. അപ്പൊ ഇതിനെ നമ്മൾ എന്തെന്ന് പറയും, ഇതിനെ നമ്മൾ 3' എൻഡ് എന്ന് പറയും. പക്ഷെ ഇവിടെ നോക്കി നോക്ക്, ഇവിടെ ഫ്രീ ആയിട്ട് വരുന്നത് ഈ കാർബൺ, അത് 5' കാർബൺ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഫ്രീ എൻഡ് 5' എന്ന് പറയും. അപ്പൊ നമ്മൾ ഇപ്പുറത്തെ ഇവിടെ ഫ്രീ എൻഡ് 5', അവിടെ ഫ്രീ എൻഡ് 3', ഇവിടെ ഫ്രീ എൻഡ് 3', അവിടെ ഫ്രീ എൻഡ് 5'. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം, അപ്പൊ ഇതിനെ നമ്മൾ കുറച്ചും കൂടെ സൂം ഔട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് 5', 3'. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഒറ്റ ഇവിടെ ഇത് നമ്മുടെ ഇങ്ങനെ രണ്ടില് ഇത് 5', ഇത് 3', ഇത് 3', ഇത് 5'. അപ്പൊ ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾക്ക് അറിയാം, ഇത് രണ്ടും എന്താണ്, ആന്റി പാരലൽ ആയിട്ടാണ് ഇരിക്കുന്നത്. അത് പാരലൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഡയറക്ഷനിൽ പോകുന്ന പാരലൽ ആയിട്ട് പോകുന്ന രണ്ട് ലൈൻസിനെയാണ് നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. ആന്റി പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാരലൽ ആയിരിക്കും, പക്ഷെ അത് പോകുന്ന ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പം എന്താണ്, ഇതാണ് നമ്മൾ ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ, ഇത് അടുത്ത പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. അതിന് രണ്ടുപേരും നമ്മൾ ജോയിന്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ രണ്ട് നൈട്രജൻ ബേസ്, ആ രണ്ട് നൈട്രജൻ ബേസ് ആണ് തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. അവര് ആന്റി പാരലൽ ഡയറക്ഷൻസിലായിരിക്കും മൂവ് ചെയ്യുന്നത്. പിന്നെ ഈ ഫോസ്ഫേറ്റിനും കാർബണിനും 5' കാർബണിനും ഇടയ്ക്കുള്ള ബോണ്ടാണ് ഫോസ്ഫോഎസ്റ്റർ. പിന്നെ ഇതിന്റെ താഴെ വരുന്ന ന്യൂക്ലിയോടൈഡുകളെല്ലാം മുകളിലുള്ള ന്യൂക്ലിയോടൈഡുകളുടെ നൈട്രൈഡുകളെ 3' കാർബണിലായിരിക്കും ജോയിൻ ചെയ്യുന്നത്. മുകളിലോട്ട് വരുന്ന ന്യൂക്ലിയോടൈഡുകളെല്ലാം താഴെ വരുന്ന ന്യൂക്ലിയോടൈഡുകളെ 5' കാർബണിലായിരിക്കും ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു ഫോസ്ഫറസ്, രണ്ട് ന്യൂക്ലിയോടൈഡുകൾ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് ഉണ്ട്. അപ്പൊ ആ രണ്ട് ബോണ്ടുകളെ നമ്മൾ ചേർത്ത് ഇങ്ങനെ പറയാം, രണ്ട് ന്യൂക്ലിയോടൈഡുകൾ ചേരുമ്പോൾ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോം ആകുമെന്ന് നമുക്ക് പറയാം. അതുപോലെ ഇതൊരു ഷുഗർ മോളിക്യൂള്, ഡിയോക്സി ഷുഗർ, ഡിയോക്സി റൈബോസ്, ഇതൊരു നൈട്രജൻ ബേസ്. അത് രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ് ഫോം ചെയ്യുന്നതെന്നും പറയാം. അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക് DNA സ്ട്രക്ചർ. അപ്പൊ ഇതിന് നമുക്ക് കുറച്ചും കൂടെ ഒരു പൊടിക്ക് കുറച്ചും കൂടെ നോക്കാറുണ്ട്. അതും കൂടെ നോക്കിയിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ നേരത്തെ പറഞ്ഞു നൈട്രജൻ ബേസ്. നൈട്രജൻ ബേസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. പ്യൂറിൻസ്, പിരമിഡ്. പിരമിഡിൽ വരുന്നതാണ് സൈറ്റോസിൻ, തൈമിൻ, യുറാസിൽ. ഇത് അഡിനിൻ, ഗ്വാനിൻ. അപ്പം എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് നമ്മുടെ അഡിനിനും തൈമിനും ജോയിന്റ് ആവുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ ഗ്വാനിനും സൈറ്റോസിനും ജോയിന്റ് ആവുന്നത്? അതായത് നമ്മുടെ പ്യൂറിനും ഒരു പിരമിഡിനും ആണ് നമ്മുടെ DNA സ്ട്രക്ചർ എടുത്ത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുന്നത്. എന്തുകൊണ്ട് അഡിനിനും ഗ്വാനിനും ജോയിൻ ആവുന്നില്ല? എന്തുകൊണ്ട് തൈമിൻ? ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ അഡിനിനും ഗ്വാനിനും ആണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അവിടെ പ്യൂറിൻസിന് ഡബിൾ റിംഗ് സ്ട്രക്ചർ ആണല്ലോ. അപ്പോ ഇത് അഡിനിനും ഗ്വാനിനും ആണ് തമ്മിൽ ജോയിൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടെ 4 റിംഗ്സ് ഫോം ചെയ്യും. അതായത് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആയിരിക്കും കിട്ടുക. ഇവിടെ തൈമിനും സൈറ്റോസിനുമാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആയിരിക്കും കിട്ടുക. അപ്പോ നമ്മളിപ്പോ ഒരു DNA എടുക്കുമ്പോ അതില് ഈ അഡിനിനും ഗ്വാനിനും ചിലയിടത്ത് അഡിനിനും ഗ്വാനിനും ചിലയിടത്ത് തൈമിനും സൈറ്റോസിനും ജോയിൻ ചെയ്യുന്നെങ്കിൽ നമ്മുടെ DNA സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിരിക്കും. അതായത് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആയിരിക്കും കിട്ടുക. അപ്പൊ ഇത് ചിലയിടത്ത് വണ്ണം കൂടുതൽ, ചിലയിടത്ത് നീളം, ബേസുകളുടെ നീളം കുറവ്, അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോ ഇത് ഇങ്ങനെ അല്ലാതെ നമുക്ക് കറക്റ്റ് പാരലൽ ആയിട്ട് സ്ട്രക്ചർ കിട്ടാൻ സഹായിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്യൂറിനും ഒരു പിരമിഡിനും തമ്മിൽ ജോയിൻ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ഈ സ്ട്രക്ചർ DNA സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറക്റ്റ് പാരലൽ ആയിട്ട് കിട്ടാൻ കാരണം. ഇവിടെ നോക്കി നോക്കുന്നത് ഇപ്പൊ ഒരു അഡിനിനും ഒരു തൈമിൻ അല്ലെങ്കിൽ സൈറ്റോസ് ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ ട്രിപ്പിൾ റിംഗ് ആയിരിക്കും കിട്ടുന്നത്, അല്ലെ? അതുപോലെ ഇവിടെ ഒരു പിരമിഡിനും ഒരു പ്യൂറിനും, അതായത് ഗ്വാനിൻ അല്ലെങ്കിൽ അഡിനിൻ, അവര് രണ്ടുപേരും ജോയിൻ ചെയ്യുന്നെങ്കിൽ ഇവിടെയും നമുക്കൊരു ട്രിപ്പിൾ റിംഗ് കിട്ടും. അപ്പോ ഇങ്ങനെ ട്രിപ്പിൾ റിംഗ് ഫോം ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഇവിടെ എപ്പോഴും ഈക്വൽ ലെങ്ത് അല്ലെങ്കിൽ സ്റ്റേബിൾ പാരലൽ ആയിട്ടുള്ള ഒരു DNA മോളിക്യൂൾ സ്ട്രക്ചർ കിട്ടുന്നത്. ഇത് രണ്ടും കൂടെ ജോയിൻ ആവുന്നത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ഓർമ്മിച്ചെടുക്കുക, എപ്പോഴും ഒരു പ്യൂറിനും ഒരു പിരമിഡിനും മാത്രമേ ജോയിൻ ചെയ്യത്തുള്ളൂ. ഒരു പിരമിഡിനും പിന്നെ പ്യൂറിനും അങ്ങനെ ഒരിക്കലും ജോയിന്റ് ആവുന്നില്ല. അപ്പൊ ഇത് ഒന്ന് നോട്ട് ചെയ്യുക. നോക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാറുണ്ട്. ഇനി ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ ഒരു കാര്യം കൂടെ നോക്കിയിട്ട് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഹൈഡ്രജൻ ബോണ്ടിങ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അഡിനിനും തൈമിനും തമ്മിൽ ആദ്യം ബോണ്ട്, പിന്നെ അത് കഴിഞ്ഞ് ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ ബോണ്ട്. അഡിനിനും തൈമിനും എപ്പോഴും ഡബിൾ ബോണ്ട് ആണ് ഉണ്ടാകുന്നത്. ഗ്വാനിനും സൈറ്റോസിനും ട്രിപ്പിൾ ബോണ്ട് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ആലോചിച്ച് വെച്ചിരിക്കുക. അഡിനിനും തൈമിനും ഡബിൾ ബോണ്ട്, ഗ്വാനിനും സൈറ്റോസിനും ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ നമ്മൾ മൊത്തത്തിൽ ഇപ്പൊ എത്ര ബോണ്ട് പഠിച്ചു? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്, ഗ്ലൈക്കോസിഡിക് ബോണ്ട് പഠിച്ചു, ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് പഠിച്ചു. ഇത് മൂന്നാമത്തെ ബോണ്ട് ഹൈഡ്രജൻ ബോണ്ട്. അത് അഡിനിനും തൈമിനും ഇടയ്ക്ക് ഡബിൾ ബോണ്ട്, ഗ്വാനിനും സൈറ്റോസിനും ഇടയ്ക്ക് ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ടും ബേസിക് ആയിട്ട് DNA സ്ട്രക്ചറിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനിയും കുറച്ച് സംഭവങ്ങളുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുന്ന കേസുകളുണ്ടെങ്കിൽ കമന്റ് ബോക്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യുന്നതാണ്. അതല്ലാതെ ഇനി കുറച്ച് DNA ഹിസ്റ്ററി ഉണ്ട്. DNA എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്നുള്ളത്.
അത് നമുക്ക് അടുത്ത ഒരു ലെക്ചറിലോട്ട് പഠിക്കാം. അപ്പോ നമുക്ക് അടുത്ത ലെക്ചറിലോട്ട് നോക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുക്കുകയും ചെയ്യാം. അപ്പൊ ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ്. നിങ്ങൾ ചില വിചാരിക്കാം ഹൈഡ്രജൻ അല്ലേ, വീക്ക് ബോണ്ട് അല്ലേ, എന്തൊരു വലിയ ആളൊന്നും അല്ലല്ലോ എന്ന് വിചാരിക്കാം. പക്ഷെ ഈ ബോണ്ട് നമുക്ക് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഏകദേശം 90°C മുകളിൽ ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ ഈ ബോണ്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ആലോചിച്ച് നോക്കണം, ഒരു ആള് മരിച്ചു ഇല്ലെങ്കിൽ ഡെഡായി എന്ന് പറയുന്നത് അയാളുടെ ബോഡി ടെമ്പറേച്ചർ ഒരു എബോവ് 40, ഒരു 41-42°C ഒക്കെ ആയി കഴിഞ്ഞാൽ അയാൾ മരിക്കും. പക്ഷേ അയാളുടെ ബോഡിയിലുള്ള DNA-യുടെ നൈട്രജൻ ബേസുകളുടെ ഇടയ്ക്കുള്ള ഈ ഹൈഡ്രജൻ ബോണ്ട് പൊട്ടണമെങ്കിൽ അത് 90°C എബോവ് ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ ഈ ബോണ്ട് പൊട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ അത്രയും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ് നമ്മുടെ ഈ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ലെക്ചർ ഇത്രയേ ഉള്ളൂ. അടുത്ത ലെക്ചറുമായി അടുത്ത ദിവസം കാണാം. ബൈ.